എറണാകുളം മലയാറ്റൂരിൽ വിദ്യാർത്ഥി ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് ആൺസുഹൃത്ത് അലൻ. സംശയത്തെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. Post-mortem only we can confirm the cause of death. Identify the motive. That we will review in the evening. Okay. Right now investigation going on. Okay. Suspects are there, but there is no formal arrest. Okay. പെരുമ്പാവൂർ ASP ഹാർദിക് മീണയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ഇന്നലെയാണ് മലയാറ്റൂരിന് സമീപം നടത്തിയ തിരച്ചിലിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് മുമ്പ് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലയാറ്റൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, വളരെ ഞെട്ടലുണ്ടാക്കുന്ന നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയാണ് 19-കാരിയായ ചിത്രപ്രിയ. പിന്നീട് മൃതദേഹം കണ്ടെത്തുന്നു. ഇപ്പോൾ അത് കൊലപാതകമാണ്, അതും ആൺസുഹൃത്താണ് ആ കൊലപാതകം ചെയ്തത് എന്ന കാര്യം കൂടി പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീകുമാർ, നടുക്കുന്ന വാർത്തയാണ് ഇന്നലെ മലയാറ്റൂരിൽ നിന്ന് പുറത്തു വന്നത്. ഒരു പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് തുടങ്ങിയ അങ്ങനെ ഒരു കേസ്, ഒരു മിസ്സിംഗ് കേസാണ് കാലടി പോലീസിൽ രജിസ്റ്റർ ചെയ്തത്. ശനിയാഴ്ച രാത്രി ചിത്രപ്രിയയുടെ കുടുംബമാണ് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് ഈ മലയാറ്റൂരിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. പോലീസ് മാത്രമല്ല, നാട്ടുകാരും തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഈ മൃതദേഹം ലഭിച്ച പരിസരത്ത് നിന്ന് വലിയ ദുർഗന്ധം വരികയും നാട്ടുകാർ അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ചിത്രപ്രിയയുടെ മൃതദേഹം ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് ആ പ്രദേശത്തെ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം ലഭിച്ചു. ചിത്രപ്രിയയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം ലഭിച്ചു. അത് പിന്നീട് സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്തായ അലനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അലനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ താൻ ചിത്രപ്രിയ അവിടെ കൊണ്ട് വിടുക മാത്രമാണ് ചെയ്തത്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തനിക്കറിയില്ല എന്ന് വളരെ നിഷ്കളങ്കമായി പറഞ്ഞ് അലൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു അലനുണ്ടായത്. വീണ്ടും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അലനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കുറച്ചുകൂടി ശക്തമായി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ചിത്രപ്രിയയുമായി ബന്ധപ്പെട്ട് അന്ന് രാവിലെ മുതൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിനൊടുവിലാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് അലന്റെ മൊഴി. ചിത്രപ്രിയയ്ക്ക് മറ്റു ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ അവരുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അലന്റെ മൊഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.